ആത്മനമസ്കാരം. ശ്രീമന്നാരായണീയം ദശകം 21 നവവർഷങ്ങളും സപ്തദ്വീപാദികളും. ഈ ഒരു ദശകത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞു. ഇതിൽ ഭൂമിയുടെ പ്രധാന വിഭാഗങ്ങളെക്കുറിച്ചും അവയിലൊക്കെ ഭഗവാനെ ഏതേതു രീതിയിൽ ഏതേതു രൂപത്തിലാണ് ഭഗവാനെ ഉപാസിച്ചു പോരുന്നത് എന്നുമാണ് ഈ ദശകത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞു പോരുന്നത്. അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഇളാവൃതം എന്ന ദേശം, ഭൂമിയുടെ മധ്യഭാഗത്തായിട്ട് ഇളാവൃതം എന്ന ദേശം. രണ്ടാമത്തെ ശ്ലോകത്തിൽ ഇളാവൃതത്തിന്റെ കിഴക്കുഭാഗത്തായിട്ട് ഭദ്രാശ്വം എന്ന പ്രദേശം. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഇളാവൃതത്തിന്റെ തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹരിവർഷം എന്ന പ്രദേശം. ഇനി നാലാമത്തെ ശ്ലോകത്തിൽ ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കേതുമാലം എന്ന പ്രദേശം. അടുത്തത് 5ാമത്തെ ശ്ലോകത്തിൽ ഇളാവൃതത്തിന്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രമ്യകം എന്ന പ്രദേശം. അപ്പൊ ഇത്തരം ഈ 5 പ്രദേശങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അവിടെയൊക്കെ ഭഗവാനെ ഏതേത് രൂപത്തിൽ ആരാധിക്കുന്നു എന്നും അറിഞ്ഞു. ഇന്ന് 6ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം 6. വർഷം ഹിരൺമയ സമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതി കർമ്മഠ കാമടാംഗം സംസേവദേ പിതൃഗണ പ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. വർഷം ഹിരൺമയ സമാഹ്വയം ഔത്തരാഹം ആസീനം അദ്രി ധൃതി കർമ്മഠ കാമഠാംഗം സംസേവദേ പിതൃഗണ പ്രവരഃ അര്യമാ യം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. ഔത്തരാഹം, ഔത്തരാഹം എന്ന് വെച്ചാൽ വടക്കുഭാഗം എന്ന് വെച്ചാൽ തൊട്ടു മുന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ട ഭൂപ്രദേശം രമ്യകം. ആ രമ്യകം എന്ന വർഷത്തിന്റെ തൊട്ടു വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും അതാണ് ഔത്തരാഹം. ഹിരൺമയ സമാഹ്വയം, ഹിരൺമയം എന്ന് പേരുള്ളതുമായ വർഷം ആസീനം, ആ വർഷത്തിൽ ആരാധിക്കപ്പെടുന്ന ഭഗവാൻ. ആസീനം എന്ന് വെച്ചാൽ വർഷത്തിൽ ആ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന എന്ന് വെച്ചാൽ ആരാധിക്കപ്പെടുന്നത്. ഇനി ഭഗവാന്റെ ഏത് രൂപത്തെയാണ് എന്നാണ് പറയുന്നത്. അദ്രി, അദ്രി എന്നാൽ പർവ്വതം. ഇവിടെ മന്ദര പർവ്വതത്തെയാണ് ഉദ്ദേശിക്കുന്നത്. മന്ദര പർവ്വതത്തെ ധൃതി എന്ന് വെച്ചാൽ പൊക്കിയെടുക്കുന്നതിൽ, കർമ്മഠ സാമർത്ഥ്യം കാട്ടിയ, കാമടാംഗം കൂർമ്മ ശരീരമുള്ളവനായി, കൂർമ്മത്തിന്റെ ശരീരം സ്വീകരിച്ചവനായി, അതായത് ഭഗവാന്റെ കൂർമാവതാരം, ആ അവതാരത്തെ പിതൃഗണ പ്രവരഹ, പിതൃദേവന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ അര്യമാ, അര്യമാവ്, യം സംസേവതെ നന്നായി സേവിക്കുന്നവനുമായ, തം ത്വാം അങ്ങനെയുള്ള അങ്ങയെ, പരചിന്മയാത്മൻ പരമാർത്ഥ ജ്ഞാനസ്വരൂപമായ ഭഗവാനെ അങ്ങയെ ഞാനിതാ ഭജാമി ഭജിച്ചുകൊള്ളുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 6ാമത്തെ ഭൂപ്രദേശമായി പറയുന്നത് ഹിരൺമയം. അത് രമ്യക വർഷത്തിന്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹിരൺമയം എന്ന പ്രദേശം. അവിടെ ഭഗവാന്റെ കൂർമ്മ അവതാരമായിട്ടുള്ള ഭഗവാനെയാണ് ആരാധിക്കുന്നത്. മന്ദര പർവ്വതത്തെ പൊക്കിയെടുക്കാനുള്ള സാമർത്ഥ്യം കാട്ടിയ കൂർമ്മ ശരീരത്തോടു കൂടിയ ഭഗവാനെ ഇനി ആരാധിക്കുന്നത് പിതൃക്കളുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ ദേവനായിട്ടുള്ള അര്യമാവാണ് ഇവിടെ ഭഗവാന്റെ കൂർമാവതാരത്തെ നന്നായി ആരാധിക്കുന്നത്. അങ്ങനെയുള്ള പരമാർത്ഥ ജ്ഞാനസ്വരൂപനായ ഭഗവാനെ ഞാനിതാ ഭജിക്കുന്നു എന്നതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ശ്ലോകം 7. കിം ജോത്തരേഷു കുരുഷു പ്രിയയാധരണ്യാ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദേ ദംഷ്ട്രാഗ്രഗൃഷ്ടഘനപൃഷ്ടഗരിഷ്ടവർഷ്മാ ത്വം പാഹി വിജ്ഞനുദയജ്ഞവരാഹമൂർത്തേ. കിം ച ഉത്തരേഷു കുരുഷു പ്രിയയാ ധരണ്യാ സംസേവിതഃ മഹിത മന്ത്രനുതി പ്രഭേദൈഃ ദംഷ്ട്ര അഗ്രഗൃഷ്ട ഘന പൃഷ്ട ഗരിഷ്ടവർഷ്മാ ത്വം പാഹി വിജ്ഞനുത യജ്ഞ വരാഹമൂർത്തേ. കിം ച എന്ന് വെച്ചാൽ അർത്ഥം
എന്നു മാത്രമല്ല എന്ന്. അപ്പൊ കിംച എന്നാൽ എന്നു മാത്രമല്ല, ഉത്തരേഷു കുരുഷു, ഈ ഹിരൺമയം എന്ന പ്രദേശത്തിന്റെ ഉത്തരേഷു വടക്കുഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഉത്തര കുരു വർഷം, അതാണ് കുരുഷു, ഉത്തര കുരുവർഷത്തിൽ. അപ്പോൾ അടുത്ത ഭൂപ്രദേശം പറയുന്നത് ഉത്തര കുരുവർഷമാണ്. അത് തൊട്ടു മുന്നേ പറഞ്ഞ ഹിരൺമയം എന്ന പ്രദേശത്തിന്റെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉത്തര കുരുവർഷം, അവിടെ പ്രിയയാധരണ്യ, ഭഗവാന്റെ തന്നെ പ്രിയപ്പെട്ട പത്നിയായ ഭൂമിദേവി മഹിത മന്ത്രനുതി പ്രഭേദൈ, വിശേഷപ്പെട്ട നാനാ മന്ത്രങ്ങൾ കൊണ്ടും നാനാ സ്തോത്രങ്ങൾ കൊണ്ടും സംസേവിത, അതായത് നന്നായി സേവിച്ചു കൊണ്ടിരിക്കുന്നവനും, ദംഷ്ട്ര അഗ്രഗൃഷ്ട, തൻ്റെ തേറ്റകളുടെ അഗ്രഭാഗം കൊണ്ട് അറ്റം കൊണ്ട്, ഘനപൃഷ്ട, മേഘങ്ങളെ ചെന്നിടിച്ച, ഗരിഷ്ഠവർഷ്മം, ഊക്കൻ, വളരെ വലിയ ശരീരമുള്ളവനുമായ ത്വം, അവിടുന്ന് വിജ്ഞനുത യജ്ഞവരാഹമൂർത്തേ, ജ്ഞാനികളാൽ അറിവ് നേടിയവരാൽ സ്തുതിക്കപ്പെട്ട യജ്ഞവരാഹമൂർത്തേ പാഹി, എന്നെയും രക്ഷിക്കണമേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ഭൂപ്രദേശം ഉത്തര കുരുവർഷമാണ്. ഇത് ഹിരൺമയം എന്ന പ്രദേശത്തിന്റെ വടക്കുഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഭഗവാനെ ആരാധിക്കുന്നത്, ഭഗവാന്റെ രൂപം വരാഹമൂർത്തിയായിരിക്കുന്ന ഭഗവാനെയാണ് അവിടെ ആരാധിക്കുന്നത്. പ്രധാനമായും ആരാധിക്കുന്നത് ഭഗവാന്റെ തന്നെ പ്രിയപ്പെട്ട പത്നിയായ ഭൂമിദേവി വിശേഷപ്പെട്ട നാനാ മന്ത്രങ്ങൾ കൊണ്ടും നാനാ സ്തോത്രങ്ങൾ കൊണ്ടുമാണ് ഭഗവാനെ അവിടെ സേവിക്കുന്നത്. അവിടെ ഇരിക്കുന്ന ഭഗവാൻ, ആരാധനാമൂർത്തി എന്ന് പറയുന്നത്, തൻ്റെ തേറ്റകളുടെ അറ്റം കൊണ്ട് ഭൂമിദേവിയെ രക്ഷിക്കാനായിട്ട് സത്യലോകത്ത് നിന്നും ഇറങ്ങി വന്ന് തൻ്റെ തേറ്റകളുടെ അറ്റം കൊണ്ട് ആകാശത്തിലെ മേഘങ്ങളെയൊക്കെ ഇടിച്ചു പൊട്ടിച്ച് കളഞ്ഞ അത്രയും വലിയ ശരീരമുള്ള ആ വരാഹമൂർത്തി, യഥാർത്ഥ ജ്ഞാനികളാൽ സ്തുതിക്കപ്പെടുന്ന ആ യജ്ഞവരാഹമൂർത്തിയെയാണ് ഈ ഭൂപ്രദേശത്ത് ആരാധിക്കുന്നത്. ഉത്തര കുരുവർഷമാണ് ഇത്. ശ്ലോകം 8. യാം യാം ദിശം ഭജതി കിം പുരുഷാക്യവർഷേ, സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ, സീതാഭിരാമ പരമാദ്ഭുതരൂപശാലീ, രാമാത്മകാ പരിലസൻ പരിപാഹി വിഷ്ണോ. യാം യാം ദിശം ഭജതി കിം പുരുഷ ആക്യവർഷേ, സംസേവിതഃ ഹനുമതാ ദൃഢഭക്തിഭാജാ, സീതാഭിരാമ പരമാദ്ഭുത രൂപശാലീ, രാമാത്മകഃ പരിലസൻ പരിപാഹി വിഷ്ണു. യാം യാം ദിശം ഭജതി എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം കണ്ട, ഏറ്റവും ആദ്യത്തെ ശ്ലോകത്തിൽ കണ്ട ഇളാവൃതം എന്ന പ്രദേശം, അതിൻ്റെ തെക്കുഭാഗത്താണ് ഹരിവർഷം എന്ന ഭൂഖണ്ഡം സ്ഥിതി ചെയ്യുന്നത്. ഈ ഹരിവർഷത്തിന്റെ തൊട്ട് തെക്കുഭാഗത്ത് കിടക്കുന്ന, അതാണ് യാം യാം ദിശം ഭജതി, ഹരിവർഷത്തിന്റെ തൊട്ട് തെക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കിംപുരുഷ ആക്യവർഷേ, കിംപുരുഷം എന്നു പേരുള്ള വർഷത്തിൽ, ആ ഭൂപ്രദേശത്തിൽ, ദൃഢഭക്തി ബാജ, ഉറച്ച ഭക്തിയുള്ള, സമർപ്പിതമായ ഭക്തിയുള്ള, ഹനുമത, ആ ശ്രീ ഹനുമാനാൽ, സംസേവിത, നന്നായി സേവിക്കപ്പെടുന്നവനായിട്ട്, സീതാഭി രാമ പരമാത്മഭൂത, സീതാഹൃദയഹാരിയും അത്യധികം ആശ്ചര്യകരവുമായ, രൂപശാലി, ആകാരഭംഗിയാൽ ശോഭിക്കുന്നവനുമായി, രാമാത്മകഃ, ശ്രീരാമ അവതാരം പൂണ്ട്, പരിലസൻ, പരിശോഭിക്കുന്നവനായ, വിഷ്ണോഹോ, ശ്രീ മഹാവിഷ്ണു, അവിടുന്ന്, ത്വം പരിപാഹി, അവിടുന്ന് എന്നെയും പരിപാലിക്കണമേ. അതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ 8ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കാണുന്ന ഭൂപ്രദേശം കിംപുരുഷം എന്ന വർഷമാണ്. ഈ ഇളാവൃതത്തിന്റെ തെക്കുഭാഗത്തുള്ള ഹരിവർഷം എന്ന പ്രദേശം, അതിൻ്റെ തെക്കുഭാഗത്താണ് ഈ കിംപുരുഷം എന്ന ദേശം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ
ഭഗവാൻ ശ്രീരാമസ്വാമിയെയാണ് ആരാധിക്കുന്നത്. ഭഗവാനെ ആരാധിക്കുന്നത് പ്രധാനമായും ഭഗവാന്റെ തന്നെ ഏറ്റവും ഉറച്ച ഭക്തിയുള്ള ശ്രീ ഹനുമാൻ സ്വാമിയാണ് ആരാധിക്കുന്നത്. സീതാഹൃദയഹാരിയും അത്യധികം ആശ്ചര്യകരവും സ്വരൂപ ഭംഗിയാൽ ആരെയും ആകർഷിക്കുന്ന അത്രയ്ക്കും ശോഭിക്കുന്നവനുമായ ശ്രീരാമ അവതാരം പൂണ്ട് പരിലസിക്കുന്ന ആ മഹാവിഷ്ണുവിനെയാണ് ശ്രീരാമ അവതാര രൂപത്തിൽ ഈ പ്രദേശത്ത് എല്ലാവരും ആരാധിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 9. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈ ത്വം സാംഖ്യയോഗനുതിഭിഃ സമുപാസ്യമാനഃ ആകൽപകാലം ഇഹ സാധുജനാഭിരക്ഷി നാരായണോ നരസക പരിപാഹി ഭൂമൻ. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാംഖ്യയോഗനുതിഭിഃ സമുപാസ്യമാനഃ ആകൽപകാലം ഇഹ സാധുജന അഭിരക്ഷി നാരായണഃ നരസകഃ പരിപാഹി ഭൂമൻ. ഇനി 9ാമത്തെ ഭൂപ്രദേശത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശ്രീനാരദേന സഹ, ശ്രീനാരദ മഹർഷിയോടുകൂടി ഭാരത ഖണ്ഡമുഖ്യൈഹി, ഭാരതവർഷത്തിലെ പ്രധാന ഭക്തന്മാരാൽ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 9ാമത്തെ ഭൂപ്രദേശത്തിന്റെ പേര് ഭാരതവർഷം, ഭാരതം എന്നാണ് ഈ ഭൂപ്രദേശത്തിന്റെ പേര്. ഇവിടെയുള്ള പ്രധാന ഭക്തന്മാരാൽ, ഒപ്പം നാരദ മഹർഷിയോടും കൂടി പ്രധാന ഭക്തന്മാരാൽ സാംഖ്യയോഗ നുതിഭിഹി, സാംഖ്യശാസ്ത്രത്തിലെയും യോഗശാസ്ത്രത്തിലെയും പ്രധാന സ്തോത്രങ്ങളെ കൊണ്ട് സമുപാസ്യമാനഃ, വേണ്ടതുപോലെ ഉപാസിക്കുന്നവനും, ഇഹ ആ കൽപ്പകാലം, ഇവിടെ ആ ഭാരതവർഷത്തിൽ ആ കൽപ്പകാലം എന്ന് വെച്ചാൽ പ്രളയം വരെയുള്ള ആ കാലം, സാധുജന അഭിരക്ഷി, സുഹൃതികളായ സാധുജനങ്ങളെ രക്ഷിക്കുന്നവനും, നരസഖഃ, നരനാകുന്ന സുഹൃത്തോടു കൂടിയവനുമായ നാരായണഃ ത്വം, നാരായണനാകുന്ന അല്ലയോ ഭഗവാനെ, ഭൂമൻ, സർവവ്യാപിയായ ഭഗവാനെ, പരിപാഹി, എന്നെയും അങ്ങ് പരിരക്ഷിക്കണമേ എന്ന്. അപ്പോൾ 9ാമത്തെ ഭൂപ്രദേശത്തിന്റെ പേര് ഭാരതം. ഈ ഭാരതത്തിൽ ഭഗവാനെ നരനാരായണ മൂർത്തിയായിട്ടാണ് ആരാധിക്കുന്നത്. ഭഗവാനെ ആരാധിക്കുന്നത് ഈ ഭാരതവർഷത്തിൽ ജനിച്ച ശ്രീ നാരദ മഹർഷിയോടു കൂടിയുള്ള എല്ലാ ഭക്തന്മാരുമാണ് ഇവിടെ ഭഗവാനെ നരനാരായണനായി കണ്ട് ആരാധിക്കുന്നത് എന്നർത്ഥം. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീ നാരദ മഹർഷിയോടുകൂടി ഭാരതം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഭൂഖണ്ഡത്തിൽ സാംഖ്യശാസ്ത്രത്തിലെയും യോഗശാസ്ത്രത്തിലെയും പ്രധാനപ്പെട്ട സ്തോത്രങ്ങളെ കൊണ്ട് ഭഗവാനെ ഉപാസിക്കുന്നു ഇവിടുത്തെ ജനങ്ങൾ. ഇനി ഉപാസിക്കുന്ന മൂർത്തി ഈ ഭാരതവർഷത്തിൽ പ്രളയകാലം വരെ ഈ ഭാരതത്തിൽ ജീവിക്കുന്ന സുഹൃതം ചെയ്ത നല്ലവരായ സജ്ജനങ്ങളെ രക്ഷിക്കുന്നവനും നരനാകുന്ന സുഹൃത്തോടു കൂടി ഇരിക്കുന്ന നാരായണമൂർത്തിയായ ഭഗവാനെയാണ് അവര് ഉപാസിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് എന്നെയും പരിരക്ഷിക്കണമേ. ഇപ്രകാരം ഭൂമിയിലെ പ്രധാനപ്പെട്ട 9 ഖണ്ഡങ്ങൾ, ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിൽ വർഷം അല്ലെങ്കിൽ രാജ്യങ്ങൾ എന്ന് പറയാം, അങ്ങനെ തരംതിരിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ ഭഗവാനെ ഏതേത് രൂപത്തിൽ ഉപാസിച്ചു പോരുന്നു എന്നും പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതുവരെയുള്ള 9 ശ്ലോകങ്ങളിലായിട്ട് ജംബുദ്വീപത്തിലെ 9 വർഷങ്ങളെക്കുറിച്ച് പ്രസ്താവിച്ചു കഴിഞ്ഞു. അപ്പൊ ജംബുദ്വീപാണ് 9 വർഷങ്ങളായി വിഭജിക്കപ്പെട്ടത്. അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റു ദ്വീപുകളെ കുറിച്ച്, മൊത്തം 7 ദ്വീപുകളാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെ ജംബുദ്വീപായിരുന്നു, അതിൽ 9 വർഷങ്ങളെ കുറിച്ചും മനസ്സിലാക്കി. ഇനി മറ്റു 6 ദ്വീപുകളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ശ്ലോകം 10 പ്ലാക്ഷേ അർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമണി വഹ്നിരൂപം ക്രൗഞ്ചേ അംബുരൂപമദ വായുമയം ച ശാഖേ ത്വാം ബ്രഹ്മരൂപമഭി പുഷ്കരനാംനി ലോകാ. പ്ലാക്ഷേ അർക്കരൂപം അയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമണി
വഹ്നിരൂപം ക്രൗഞ്ചേ അംബുരൂപം അധം അധ വായുമയം ച ശാഖേ ത്വാം ബ്രഹ്മരൂപം അഭി പുഷ്കരനാംനി ലോകാഹ. അയി അല്ലയോ ഭഗവാനെ, പ്ലാക്ഷേ പ്ലാക്ഷം എന്നു പേരുള്ള ദ്വീപിൽ അർക്കരൂപം ആദിത്യ സ്വരൂപനായിട്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത്. ശാൽമലേ ശാൽമലം എന്നു പേരുള്ള ദ്വീപിൽ ഇന്ദുരൂപം ചന്ദ്രസ്വരൂപനായിട്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത്. കുശനാമനി ദ്വീപേ കുശം എന്നു പേരായ ദ്വീപിൽ വഹ്നിരൂപം അഗ്നിസ്വരൂപനായിട്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത്. ക്രൗഞ്ചേ ക്രൗഞ്ചം എന്ന പേരുള്ള ദ്വീപിൽ അംബുരൂപം ജലസ്വരൂപനായിട്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത്. അഥാ അനന്തരം ശാഖേ ശാഖം എന്നു പേരുള്ള ദ്വീപത്തിൽ വായുമയം ച വായുസ്വരൂപനായിട്ടാണ് ഭഗവാനെ ആരാധിച്ചു പോരുന്നത്. അടുത്തത് പുഷ്കരനാംനി പുഷ്കരം എന്നു പേരുള്ള ദ്വീപിൽ ബ്രഹ്മരൂപം പരബ്രഹ്മസ്വരൂപനായിട്ടാണ് ഭഗവാനെ ആരാധിക്കുന്നത്. അഭിത്വം അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയെ ലോകാഹ ഭജന്തി ഭക്തരായ ഈ ലോകത്തിലെ ജനങ്ങളെല്ലാം ഭഗവാനെ ഇങ്ങനെ ഭജിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തം 7 ദ്വീപുകളായിട്ട് തിരിച്ചതിൽ ആദ്യത്തെ ജംബു ദ്വീപിലെ 9 ഭൂഖണ്ഡങ്ങളെ കുറിച്ചും അവിടെയൊക്കെ ഭഗവാനെ ഏതൊക്കെ രൂപത്തിൽ ആരാധിക്കുന്നു എന്നും പറഞ്ഞു വെച്ചു. 10ാമത്തെ ശ്ലോകത്തിൽ മറ്റ് 6 ദ്വീപുകളെ കുറിച്ചും അവിടെയൊക്കെ ഭഗവാനെ ഏത് രൂപത്തിലാണ് ആരാധിക്കുന്നത് എന്നുമാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ പ്ലാക്ഷം എന്ന പേരുള്ള ദ്വീപ്, അവിടെ ഭഗവാനെ ആദിത്യ സ്വരൂപനും, ശാൽമലം എന്ന പേരുള്ള ദ്വീപിൽ ഭഗവാനെ ചന്ദ്രസ്വരൂപനും, കുശം എന്ന പേരുള്ള ദ്വീപത്തിൽ ഭഗവാനെ അഗ്നിസ്വരൂപനും, ക്രൗഞ്ചം എന്ന പേരുള്ള ദ്വീപിൽ ഭഗവാനെ ജലസ്വരൂപനും, ശാഖദ്വീപത്തിൽ ഭഗവാനെ വായുസ്വരൂപനും, പുഷ്കരം എന്ന ദ്വീപത്തിൽ പരബ്രഹ്മസ്വരൂപനുമായിട്ടും ഭഗവാനെ ജനങ്ങൾ ഭജിക്കുന്നു. ശ്ലോകം 11. സർവൈ ധ്രുവാദിഭി ഉടുപ്രകാരൈ ഗ്രഹൈശ്ച പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈ ത്വം ശിംശുമാരവപുഷാ മഹദാമുപാസ്യൈ സന്ധ്യാസുരുന്തി നരകം മമ സിന്ധുശായിൻ. സർവൈഹി ധ്രുവാദിഭിഹി ഉടുപ്രകാരൈഹി ഗ്രഹൈഹി ച പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഹി ത്വം ശിംശുമാരവപുഷാ മഹദാം ഉപാസ്യഃ സന്ധ്യാസു രുന്തി നരകം മമ സിന്ധുശായിൻ. പുച്ഛാദികേഷു അതായത് ഒരു മത്സ്യത്തിന്റെ വാൽ, പുച്ഛാദികേഷു എന്ന് വെച്ചാൽ വാൽ തുടങ്ങിയ അവയവേഷു അതാത് അവയവങ്ങളുടെ. അപ്പോൾ ഭഗവാനെ ഒരു മത്സ്യരൂപത്തിൽ സങ്കല്പിക്കുക. ഈ മത്സ്യത്തിന്റെ വാൽ മുതലായ തുടങ്ങിയ അവയവങ്ങളുടെ അഭികൽപ്യമാനേഹി ആ അവയവങ്ങളുടെ സ്ഥാനത്ത് സങ്കല്പിക്കപ്പെടുന്ന ധ്രുവാദിഭിഹി ധ്രുവൻ മുതലായ സർവൈ ഉടുപ്രകാരൈഹി അതായത് ധ്രുവൻ മുതലായ സകല നക്ഷത്ര സമൂഹങ്ങളോടും, ഗ്രഹൈഹി ച സൂര്യൻ ചന്ദ്രൻ മുതലായ ഗ്രഹങ്ങളോടു കൂടിയവനും, സന്ധ്യാസു ശിംശുമാര വപുഷ സന്ധ്യ തോറും അതായത് മൂവന്തിയാകുമ്പോഴേക്കും ശിംശുമാരം എന്ന പേരുള്ള മത്സ്യത്തിന്റെ ആകൃതിയിൽ വടിവുള്ളവനായിട്ട് മഹദാം ഉപാസ്യ അങ്ങനെ യോഗ്യരായവരാൽ സേവിക്കപ്പെടേണ്ടവനും, അതായത് ശിംശുമാരം എന്ന മത്സ്യത്തിന്റെ ശരീരത്തിന്റെ ആകൃതി അതനുസരിച്ച് അങ്ങനെയുള്ള ഭഗവാനെ യോഗ്യരായ മഹർഷീശ്വരന്മാരാൽ സേവിക്കപ്പെടേണ്ടവനും, സിന്ധുശായിൻ പാലാഴിയിൽ പള്ളി കൊള്ളുന്നവനുമായ ത്വം ഭഗവാനെ അവിടുന്ന് മമ നരകം രുന്തി ഈ ഉള്ളവന്റെ നരകത്തെ കൂടി തടഞ്ഞു കളയണമേ അല്ലെങ്കിൽ തടയുമാറാകേണമേ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത്. അതായത് നമ്മളിവിടെ മേൽപ്പത്തൂര് നരകത്തെ തടയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകത്തിന് തുല്യമായ ആ രോഗപീഠയെ ഒന്ന് ശമിപ്പിക്കണേ ഭഗവാനെ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തൊട്ട് മുന്നേ ഭൂമണ്ഡലത്തിന്റെ പ്രസ്താവനകളൊക്കെ പറഞ്ഞു. അതായത് ഭൂമണ്ഡലത്തിൽ 7 ദ്വീപുകളും അതിലെ ആദ്യത്തെ ദ്വീപിനെ 9ആയി വിഭജിച്ചതും ബാക്കിയുള്ള 6 ദ്വീപുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. എന്നാൽ ഈ 11ാമത്തെ ശ്ലോകത്തിൽ നഭോമണ്ഡലത്തെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത്
ആകാശമണ്ഡലത്തെക്കുറിച്ചാണ് ഈ 11ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവിടെ ഭഗവാൻ ഒരു ശിംശുമാരം എന്ന പേരിലുള്ള ഒരു വലിയ മത്സ്യത്തിന്റെ രൂപം ധരിച്ചാണ് വ്യാപിച്ചു കിടക്കുന്നത്. അതായത് ആകാശമണ്ഡലത്തിൽ ഭഗവാൻ ശിംശുമാരം എന്നു പേരുള്ള ഒരു വലിയ മത്സ്യത്തിന്റെ രൂപത്തിൽ ആ ആകാശമണ്ഡലത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അതിൽ ശിംശുമാരമാകുന്ന ഈ മത്സ്യത്തിന്റെ വാലിന്റെ സ്ഥാനത്ത് ഏറ്റവും വടക്കുഭാഗത്താണ് ധ്രുവ നക്ഷത്രം. അപ്പൊ ആകാശമണ്ഡലത്തിൽ നമുക്കറിയാം നക്ഷത്രക്കൂട്ടങ്ങളും ഗ്രഹങ്ങളുമാണ് ഉള്ളത്. ഈ ശിംശുമാരം എന്ന മത്സ്യത്തിന്റെ വാലിന്റെ സ്ഥാനത്ത് ഏറ്റവും വടക്കുഭാഗത്തായി ധ്രുവ നക്ഷത്രവും മറ്റവയവങ്ങളുടെ സ്ഥാനങ്ങളിൽ മറ്റു നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമാണ് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ 11ാമത്തെ ശ്ലോകത്തിൽ ആകാശമണ്ഡലത്തിൽ ഭൂമണ്ഡലത്തിൽ ഭഗവാൻ ഏതേത് രൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നു, ഭഗവാനെ ഏതേത് രൂപത്തിൽ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വെച്ചു. ഇനി ആകാശമണ്ഡലത്തിൽ ഭഗവാൻ ഏതേത് രൂപത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെ ശിംശുമാരം എന്ന മത്സ്യത്തിന്റെ രൂപത്തിലാണ് ആകാശത്തിൽ ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നത്. ഈ മത്സ്യത്തിന്റെ വാലിന്റെ സ്ഥാനത്ത് ധ്രുവ നക്ഷത്രവും പിന്നീട് ഓരോ അവയവങ്ങളായി മറ്റു നക്ഷത്രങ്ങളും ഗ്രഹങ്ങളെയും സങ്കല്പിച്ചിരിക്കുന്നു. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശ്ലോകം 12. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭി ജുഷ്ടം ഭജേ ഹരഗതാൻ ഗുരുഗേഹനാഥ. പാതാളമൂല ഭുവി ശേഷതനും ഭവന്തം ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിഃ ജുഷ്ടം ഭജേ ഹരഗതാൻ ഗുരുഗേഹനാഥ. പാതാളമൂല ഭുവി, പാതാളത്തിന്റെ അടിത്തട്ടിൽ. അപ്പോൾ ഭൂമണ്ഡലത്തിലും ആകാശമണ്ഡലത്തിലും ഭഗവാൻ എങ്ങനെ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. 12ാമത്തെ ശ്ലോകത്തിൽ പാതാളത്തിൽ ഭഗവാൻ എങ്ങനെയാണ് വ്യാപിച്ചിരിക്കുന്നത് അതാണ് പറയുന്നത്. പാതാള മൂലഭുവി, പാതാളത്തിന്റെ അടിത്തട്ടിൽ ലോലൈക കുണ്ടല വിരാജി, അതായത് ആടിക്കളിക്കുന്ന ഒരേ ഒരു കുണ്ടലമേ ഉള്ളൂ, അതിങ്ങനെ ആടിക്കളിക്കുന്ന, അങ്ങനെ നന്നായി വിളങ്ങുന്ന പ്രകാശിക്കുന്ന സഹസ്രശീർഷം 1000 ഫണങ്ങളുള്ളവനും നീലാംബരം നീലവർണമായ വസ്ത്രം ധരിച്ചവനും ധൃതഹലം, ഹലം അഥവാ കലപ്പ ആയുധമായി എടുത്തിട്ടുള്ളവനും ഭുജഗാംഗനാഭിഃ നാഗസ്ത്രീകളാൽ ജുഷ്ടം നന്നായി പരിസേവിക്കപ്പെടുന്നവനും ആയ ശേഷതനും ആദിശേഷന്റെ രൂപത്തിലുള്ള ഭവന്തം ഭജേ അങ്ങയെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു. ഗുരുഗേഹനാഥ അല്ലയോ ഗുരുവായൂരപ്പ, ഗദാൻ ഹര എൻ്റെ രോഗങ്ങളെ കൂടി അങ്ങ് ശമിപ്പിക്കണമേ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 12ാമത്തെ ശ്ലോകത്തിൽ പാതാള ലോകത്ത് ഭഗവാൻ എപ്രകാരം വ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. പാതാളത്തിന്റെ അടിത്തട്ടിൽ ഒരേ ഒരു കുണ്ടലം കിടന്നിങ്ങനെ ആടിക്കളിക്കുകയാണ്. 1000 ഫണങ്ങളുള്ളവനും നീല നിറമുള്ളവനും കലപ്പ ആയുധമാക്കി എടുത്തവനും നാഗസ്ത്രീകളാൽ സേവിക്കപ്പെടുന്നവനുമായിട്ടുള്ള ആദിശേഷന്റെ രൂപത്തിലാണ് ഭഗവാൻ ഈ താഴെ ഈ ഒരു പാതാള ലോകത്ത് കുടികൊള്ളുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ഇതാ ഭജിച്ചു കൊള്ളുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എൻ്റെ രോഗങ്ങളെ കൂടി ശമിപ്പിക്കണേയും എന്ന് ഇവിടെ മേൽപ്പത്തൂരിൻ്റെ ഒരു പ്രാർത്ഥനയോടുകൂടി ഈ അധ്യായം, ഈ ഒരു ദശകം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദശകത്തിലൂടെ ഭൂമിയിലും ഭൂമണ്ഡലത്തിലും പാതാള ലോകത്തും ആകാശലോകത്തും ഭഗവാനാണ് നിറഞ്ഞു പരിലസിക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. വിഷ്ണു എന്ന നാമത്തിൻ്റെ അർത്ഥം തന്നെ അതാണല്ലോ. വിശ്വം മുഴുവൻ നിരവധി പരമാണുക്കളുടെ രൂപത്തിൽ വ്യാപിച്ചു നിൽക്കുന്നവൻ മഹാവിഷ്ണു. അതായത് ഭൂമണ്ഡലവും ആകാശമണ്ഡലവും പാതാള ലോകത്തിലും ഭഗവാൻ തന്നെയാണ് പല പല രൂപത്തിൽ ഇങ്ങനെ പ്രകാശിച്ച് വിരാജിച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഈ ദശകത്തിലൂടെ.
ഇനി നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ ഒന്നും കൂടി നോക്കാം. ഭൂമണ്ഡലത്തിൽ മൊത്തം 7 ദ്വീപുകളാണ്. അതിൽ ആദ്യത്തെ ജംബു ദ്വീപാണ്. ഈ ജംബു ദ്വീപില് 9 വർഷങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞു. ഈ 9 വർഷങ്ങൾ ഏതൊക്കെ, അവിടുത്തെ ഉപാസ്യനാരാണ്, ഉപാസകനാരാണെന്ന് വേഗം ഒന്ന് നോക്കാം. ഒന്നാമത്തെ വർഷം ഇളാവൃതം, ഉപാസ്യൻ സംഘർഷണമൂർത്തി, ഉപാസകൻ ശ്രീ പരമേശ്വരൻ. 2 ഭദ്രാശ്വം, ഭദ്രാശ്വത്തിൽ ഉപാസ്യൻ ഹയഗ്രീവൻ, ഉപാസകൻ ഭദ്രശ്രവസുകൾ എന്ന മഹർഷിമാർ. 3 ഹരിവർഷം എന്ന വർഷം, അവിടെ ഉപാസ്യൻ നരസിംഹമൂർത്തിയാണ്, ഉപാസകൻ പ്രഹ്ലാദനും മറ്റു ഭക്തരും. 4 കേതുമാലം, അവിടെ ഉപാസ്യൻ പ്രത്യുപ്നനാണ്, ഉപാസകൻ ശ്രീ ഭഗവതിയും മറ്റും. 5 രമ്യകം, രമ്യകത്തിൽ ഉപാസ്യൻ മത്സ്യം, ഉപാസകൻ വൈവസ്വത മനുവാണ്. 6 ഹിരൺമയം, ഹിരൺമയത്തിൽ ഉപാസ്യൻ കൂർമ്മം, ഉപാസകൻ ആര്യമാവ്. അടുത്തത് 7 ഉത്തരകുരു എന്നാണ് വർഷത്തിന്റെ പേര്, ഉപാസ്യൻ വരാഹം, ഉപാസകൻ ഭൂമിദേവിയുമാണ്. 8 കിംപുരുഷം, അവിടെ ഉപാസ്യൻ ശ്രീരാമനും ഉപാസകൻ ശ്രീ ഹനുമാനുമാണ്. 9 ഭാരതവർഷം, അവിടെ ഉപാസ്യൻ നരനാരായണന്മാരും ഉപാസകൻ നാരദനും മറ്റു ഭാരതത്തിലെ സജ്ജനങ്ങളുമാണ്. ഇങ്ങനെയാണ് ജംബുദ്വീപിലെ 9 വർഷങ്ങൾ. ഇനി മൊത്തം 7 ദ്വീപിലെ മറ്റ് 6 ദ്വീപുകളും അവിടെ ആരെയൊക്കെയാണ് ഉപാസിക്കുന്നത്, ഭഗവാനെ ഏതേത് രൂപത്തിൽ ഉപാസിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ദ്വീപ്, ആദ്യത്തെ ജംബുദ്വീപ്, രണ്ടാമത്തെ പ്ലാക്ഷം, പ്ലാക്ഷത്തിൽ ആദിത്യനായിട്ട്. 3 ശാൽമലം, ശാൽമലത്തിൽ ചന്ദ്രൻ. 4 കുശം, കുശത്തിൽ അഗ്നിദേവൻ. 5 ക്രൗഞ്ചം, ക്രൗഞ്ചത്തിൽ ജലദേവൻ. 6 ശാകം, ശാകത്തിൽ വായുദേവൻ. 7 പുഷ്കരം, പുഷ്കരത്തിൽ പരബ്രഹ്മമൂർത്തിയായിട്ടും ഭഗവാനെ ആരാധിച്ചു പോരുന്നു.